വയനാട് ജില്ല കോളനി വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭൂമി. പഴശ്ശിരാജയ്ക്കൊപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല സമരം നടത്തിയ കുറിച്യരുടെ നാട്. പശ്ചിമഘട്ടത്തിന്റെ വന്യ സൗന്ദര്യമാകെ തികഞ്ഞ മലയോര ഭൂമി. 1980 നവംബർ 1 വയനാട് ജില്ല രൂപീകരിക്കപ്പെട്ടത്. കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും ഭാഗമായിരുന്ന സ്ഥലങ്ങൾ ചേർന്നാണ് വയനാടിന്റെ പിറവി. കബനി വയനാട്ടിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ ഏക ജില്ല. ഭൂപ്രദേശത്തിന്റെ വലിയ ഭാഗവും വനം. വയനാട്ടിൽ 3 നിയോജക മണ്ഡലങ്ങൾ: മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ. മാനന്തവാടി 2008 നിയമസഭാ മണ്ഡല പുനർനിർണയത്തോടെ നിലവിൽ വന്ന മണ്ഡലം. പഴയ പേര് വടക്കേ വയനാട്. പനമരം, തവിഞ്ഞാൽ, തിരുനെല്ലി, തൊണ്ടർനാട്, വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന പട്ടികവർഗ സംവരണ മണ്ഡലം. 2011 ആദ്യ തെരഞ്ഞെടുപ്പിൽ UDFന്റെ PK ജയലക്ഷ്മിയാണ് മാനന്തവാടിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. അന്നത്തെ UDF മന്ത്രിസഭയിൽ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയുമായിരുന്നു ജയലക്ഷ്മി. 2016 CPIMന്റെ OR കേളു നിയമസഭയിലെത്തി. PK ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയാണ് കർഷകനായ കേളു നിയമസഭയിലെത്തിയത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ മുന്നണികൾക്ക് ലഭിച്ച ആകെ വോട്ട് നോക്കാം. LDF 68,660 വോട്ട്, UDF 65,723 വോട്ട്, NDA 18,774 വോട്ട്. 3000-ഓളം വോട്ടിന്റെ മുൻതൂക്കം ഇടതുപക്ഷത്തിനുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം നിലനിർത്താം എന്ന പ്രതീക്ഷ LDFന് നൽകുന്ന കണക്കാണ് ഇത്. സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയും പൂതാടി, നെന്മേനി, നൂൽപ്പുഴ, പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, അമ്പലവയൽ, മീനങ്ങാടി പഞ്ചായത്തുകളും ഉൾപ്പെട്ട നിയോജക മണ്ഡലം. 1977 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ K രാഘവൻ സുൽത്താൻ ബത്തേരിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. പിന്നീട് 1980 മുതൽ 91 വരെ കോൺഗ്രസിന്റെ KK രാമചന്ദ്രൻ ബത്തേരിയിൽ നിന്ന് നിയമസഭയിലെത്തി. 1991 കോൺഗ്രസിന്റെ തന്നെ KC റോസക്കുട്ടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1996 CPIMന്റെ PV വർഗീസ് വൈദ്യർ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് സുൽത്താൻ ബത്തേരി തിരിച്ചുപിടിച്ചു. 2001 വീണ്ടും കോൺഗ്രസിന്റെ ND അപ്പച്ചൻ മണ്ഡലം കോൺഗ്രസിലേക്ക് പിടിച്ചു. 2006 CPIMന്റെ P കൃഷ്ണപ്രസാദ് ബത്തേരിയിൽ നിന്ന് നിയമസഭയിലെത്തി. 2011 തുടർച്ചയായി 2016 സുൽത്താൻ ബത്തേരിയെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസ് നേതാവ് IC ബാലകൃഷ്ണനാണ്. തൊട്ടുമുൻപത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ മുന്നണികൾക്ക് ആകെ ലഭിച്ച വോട്ട് ഇങ്ങനെ: LDF 76,107 വോട്ട്, UDF 78,649 വോട്ട്, NDA 25,008 വോട്ട് മാത്രം. കോൺഗ്രസിന് അടിത്തറയുള്ള മണ്ഡലമെന്ന് കണക്കും ചരിത്രവും പറയുന്നു. അതിനെ പലപ്പോഴും മണ്ഡലത്തിൽ ഇടതുപക്ഷം മറികടന്നിട്ടുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് സുൽത്താൻ ബത്തേരിയിൽ ചെറിയ മുൻതൂക്കമുണ്ട്. എന്നാൽ തൊട്ടടുത്ത് LDFും സുൽത്താൻ ബത്തേരിയിൽ ഉണ്ട് എന്നതാണ് വസ്തുത. കൽപ്പറ്റ വയനാട് ജില്ലയിലെ കൽപ്പറ്റ നഗരസഭയും മുട്ടിൽ, മേപ്പാടി, വൈത്തിരി, കണിയാമ്പറ്റ, കോട്ടത്തറ, വേങ്ങപ്പള്ളി, തരിയോട്, പടിഞ്ഞാറത്തറ, പൊഴുതന, മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ട മണ്ഡലം. 1965 മുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ B വെല്ലിംഗ്ടൺ കൽപ്പറ്റയിൽ ജയിച്ച് നിയമസഭയിലെത്തി. 1967 മുതൽ 69 വരെ EMS മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്നു. 1970 വരെ കൽപ്പറ്റയെ പ്രതിനിധീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1970 കോൺഗ്രസിന്റെ P ശ്രീക് ജോൺ കൽപ്പറ്റയിൽ നിന്ന് നിയമസഭയിലെത്തി. 1977 വരെ അദ്ദേഹത്തിന് തുടരാനുമായി. 1977 മുതൽ 80 വരെ കോൺഗ്രസിന്റെ തന്നെ KG അടിയോടി കൽപ്പറ്റയിൽ നിന്ന് നിയമസഭയിലെത്തി. 1980 മുതൽ 82 വരെയും 82 മുതൽ 87 വരെയും ജനതാ പാർട്ടിയുടെ M കമലം നിയമസഭയിലെത്തി. 1987 മുതൽ 91 വരെ ജനതാ പാർട്ടി പ്രതിനിധിയായി തന്നെ MP വീരേന്ദ്രകുമാർ കൽപ്പറ്റയെ പ്രതിനിധീകരിച്ചു. വനമന്ത്രിയായി ചുമതലയേറ്റ വീരേന്ദ്രകുമാർ പിറ്റേന്ന് തന്നെ രാജിവെക്കുകയും ചെയ്തു. പിന്നീട് 1991 മുതൽ 2006 വരെ കോൺഗ്രസിന്റെ KK രാമചന്ദ്രൻ കൽപ്പറ്റയിൽ നിന്ന് നിയമസഭയിലെത്തി. 2006 JDS പ്രതിനിധിയായി MB ശ്രേയാംസ്കുമാർ നിയമസഭയിലെത്തി. 2011 SJDയായി ശ്രേയാംസ്കുമാർ തന്നെ നിയമസഭയിലെത്തി. 2016 CPIM നേതാവും കർഷകനുമായ CK ശശീന്ദ്രൻ കൽപ്പറ്റയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ മണ്ഡലത്തിൽ മുന്നണികൾക്ക് ആകെ ലഭിച്ച വോട്ട് നോക്കാം. LDF 68,571 വോട്ട്, UDF 73,086 വോട്ട്, NDA 14,407 വോട്ട്. UDFന് മുൻതൂക്കം എന്നാണ് ഈ കണക്ക് നൽകുന്ന സൂചന.
ചുരുക്കി പറഞ്ഞാൽ വയനാട്ടിൽ മാനന്തവാടി നിയോജക മണ്ഡലം ഒഴികെ രണ്ടിടത്തും UDF അനുകൂലമായേക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് കണക്കിന്റെ സൂചന.